നമസ്കാരം. ട്രാവൽ വിത്ത് അഞ്ജലി റോക്ക്. തൃശൂർ ജില്ലയിലെ പ്രശസ്ത ക്ഷേത്രമായ കേരളത്തിലെ ഏറ്റവും വലിയ ശ്രീകോവിൽ പ്രതിഷ്ഠയുള്ള പെരുവന മഹാദേവ ക്ഷേത്രത്തിലോട്ടാണ് ഞാൻ പോകുന്നത്. മഹാദേവന് ഇരട്ട പ്രതിഷ്ഠയുള്ള ക്ഷേത്രം. ക്ഷേത്രത്തിലോട്ട് എങ്ങനെ എത്തിച്ചേരാം, ഐതിഹ്യം, പ്രത്യേകതകൾ എന്നിവയൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. സ്വന്തം വാഹനമായിട്ടാണ് വരുന്നതെങ്കിൽ ഞാൻ പോയി ഈ നടയുടെ ഭാഗത്തൂടെ തന്നെ വരണം പാർക്കിങ്ങിനായിട്ട്. കാരണം മറ്റു ഗോപുരങ്ങളിൽ പാർക്കിംഗ് സൗകര്യമില്ല. ഈ നടയിൽ കൂടെ തന്നെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് തൊട്ടപ്പുറത്തുള്ള ദേവീക്ഷേത്രത്തിലും തൊഴാൻ വാഹനം പാർക്ക് ചെയ്യുകയും ചെയ്യാം. തൃശ്ശൂർ പൂരത്തിലെ താളമേദ്യങ്ങളുടെ അവിഭാജ്യ ഘടകമായ പെരുവനം കുട്ടന്മാരെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ നാടുകൂടിയാണ് കേട്ടോ ഈ സ്ഥലം. അപ്പൊ തൃശ്ശൂരിലെ വടക്കുന്നാഥ ക്ഷേത്രം, തൃപ്രയാർ, ഗുരുവായൂർ ക്ഷേത്രങ്ങളൊക്കെ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കയറേണ്ട അതിപുരാതന ക്ഷേത്രം കൂടിയാണ് പെരുവന മഹാദേവ ക്ഷേത്രം. ചെറുപ്പത്തിൽ പോയിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട വടക്കുന്നാഥ ക്ഷേത്രമായിട്ട് ഏറെ രൂപസാദൃശ്യമുള്ള ഒരു ക്ഷേത്രമാണിത്. ആ മുൻവശവും പ്രദക്ഷിണ വഴികളൊക്കെ അതേപോലെ തന്നെ എനിക്ക് തോന്നി. കിഴക്ക് ഭാഗത്തുള്ള ഗോപുരത്ത് പണ്ട് അഗ്നിക്കിരയായതുകൊണ്ട് 3 ഗോപുരങ്ങളുള്ളൂ. വടക്കുന്നാഥ ക്ഷേത്രത്തിൽ 4 ഗോപുരങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇവിടുത്തെ 3 ഗോപുരങ്ങളും മതിൽ കെട്ടിനാൽ സംരക്ഷിക്കപ്പെട്ട ഗോപുരങ്ങളാണ്. അത് മറ്റൊരു സാദൃശ്യമാണ്. പിന്നെ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ഉള്ളിലുള്ള പോലെ തന്നെ മാതൃകയിൽ ഗണപതി ശ്രീകോവിൽ നമുക്ക് ഉള്ളിൽ കയറുമ്പോൾ കാണാൻ സാധിക്കും. ആരാധന ക്രമങ്ങളിലും ഒരുപാട് സാമ്യങ്ങളുള്ള ഒരു പ്രതിഷ്ഠകളിലായാലും ഒരുപാട് സാമ്യമുണ്ട് വടക്കുന്നാഥ ക്ഷേത്രമായിട്ട് ഈ പെരുവന മഹാദേവ ക്ഷേത്രത്തിനുള്ളത്. തെക്ക് ദുർഗാക്ഷേത്രം, പടിഞ്ഞാറ് ഭദ്രകാളി, സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ, വടക്ക് ശാസ്താ ക്ഷേത്രം, കിഴക്ക് വിഷ്ണു ക്ഷേത്രം എന്നിവയാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന ക്ഷേത്രമാണ് പെരുവന മഹാദേവ ക്ഷേത്രം. മറ്റൊരു പ്രത്യേകത, തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കൊച്ചിൻ ദേവസ്വം ബോർഡും ചേർന്ന് ഭരിക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണ് പെരുവന മഹാദേവ ക്ഷേത്രം. ഇനി ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തിലോട്ട് പോവുകയാണെങ്കിൽ, പരശുരാമൻ കേരളത്തെ 64 ഗ്രാമങ്ങളായി വിഭജിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രാമമായിരുന്നു പെരുവനം എന്നുള്ളതാണ് ഒരു വിശ്വാസമുള്ളത്. പുരുമഹർഷി തപസ് ചെയ്ത പുണ്യഭൂമിയായിരുന്നു ഈ സ്ഥലം. അതുകൊണ്ട് പുരുവനമെന്നും പിന്നീട് പെരുവനം എന്ന പേരിലും പ്രസിദ്ധമായി. പെരുമാൻ കുടികൊണ്ട സ്ഥലം എന്ന അർത്ഥത്തിൽ നിന്നും പെരുമനമെന്നും പിന്നീട് പെരുമനം എന്നുണ്ടായെന്നും മറ്റൊരു വിശ്വാസമുണ്ട്. കേരളത്തിലോട്ട് വരാൻ സന്നദ്ധരായ ബ്രാഹ്മണർ ഇവിടേക്ക് ശിവസാന്നിധ്യം അഭ്യർത്ഥിച്ചുവെന്നും അങ്ങനെ ശിവൻ പാർവതി സമേതനായി പെരുവനത്ത് വന്നു എന്നും ഒരു ഐതിഹ്യമുണ്ട്. ഇനി ക്ഷേത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ 2 ശിവപ്രതിഷ്ഠയാണുള്ളത്. ഒന്ന് ഇരട്ടയപ്പനും ഒന്ന് മാടത്തിലപ്പനും. 2 ശിവലിംഗങ്ങളുണ്ട്. ഒന്ന് വലിയ ശിവലിംഗം, ചെറിയ ശിവലിംഗം. ഒരു ശിവലിംഗം സ്വയംഭൂവായി, അതായത് ഇവിടെ ആദ്യമേ സ്വയം ഉണ്ടായ ഒരു ശിവലിംഗമാണ്. രണ്ടാമത്തെ ശിവലിംഗം പുരുമഹർഷി പ്രതിഷ്ഠിതമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അപ്പോൾ ഇവിടുത്തെ പീഠത്തിൽ വലിയ ശിവലിംഗം അടുത്ത് ചെറിയത് കാണാം. ക്ഷേത്രത്തിലെ മറ്റ് പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ മാടത്തിലപ്പനെ കാണാം, ദക്ഷിണാമൂർത്തിയെ കാണാം, ശ്രീ പാർവതി, പുരുമഹർഷി, ഗണപതി, ഗോശാല കൃഷ്ണൻ പ്രതിഷ്ഠകളൊക്കെ കാണാം. ഇരട്ടയപ്പനാണ് പ്രധാന പ്രതിഷ്ഠ ഈ ക്ഷേത്രത്തിന്റെ ഉള്ളിലോട്ട് കടന്നു കഴിഞ്ഞാൽ. പിന്നെ ഇത്രയും ഉയരം കൂടിയ ഒരു ശ്രീകോവിൽ എന്ന് പറയുന്നത് ഇന്നും ഒരു അത്ഭുതമായിട്ട് നിലകൊള്ളുന്നു. ഞാൻ പറഞ്ഞു 2 ശ്രീകോവിലുണ്ട് ഇവിടെ. അപ്പൊ ആ ഒരു വലിയ ശ്രീകോവിൽ എന്ന് പറയുന്നത് എങ്ങനെ ഇത്രയും വലിയ ശ്രീകോവിൽ പ്രതിഷ്ഠ എന്നുള്ളത് ആ ഒരു ചൈതന്യം കൊണ്ട്, ഒരു വിശ്വാസം കൊണ്ട് ഭയങ്കര അത്ഭുതമായിട്ട് ഇന്നും ഇവിടത്തുകാർ കണക്കാക്കുന്നു. ഇരട്ടയപ്പന്റെ ശ്രീകോവിലിന്റെ തെക്ക് ഭാഗത്താണ് 100ഓളം അടി ഉയരത്തിലുള്ള മാടത്തിലപ്പന്റെ ശ്രീകോവിലുള്ളത്. 3 നിലകളായിട്ടാണ്. 2 ശ്രീകോവിൽ നമുക്കിവിടെ കാണാം. ഈ റൈറ്റ് ഭാഗത്ത് നമുക്ക് വലിയ ശ്രീകോവിൽ കാണാം. 3 നിലകളുണ്ട്. ഒന്നാമത്തെ നിലയും രണ്ടാമത്തെ നിലയും ചതുരത്തിലും, 3ാമത്തെ നില അഷ്ടകോണാണ്. ചെമ്പ് മേഞ്ഞതാണ് 3ാമത്തെ നില എന്ന് പറയുന്നത്. ഒരുപാട് ശില്പങ്ങളും പുരാണ ചിത്രങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ആനയെ ഉപയോഗിച്ച് ആണ് 7 അടിയോളം പൊക്കവും വണ്ണമുള്ള ശിവലിംഗം ഉറപ്പിച്ചതെന്നാണ് ഒരു വിശ്വാസമുള്ളത്. അപ്പോൾ ഉള്ളിലേക്ക് കയറണമെങ്കിൽ, ആ 2ാമത്തെ ശ്രീകോവിലിൻ്റെ ഉള്ളിലോട്ട് കയറണമെങ്കിൽ 26 സോപാനപടികൾ കയറിയിട്ട് വേണം ആ ശ്രീകോവിലുള്ള ശിവനെ നമുക്ക് കാണാനായിട്ട്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, തൃശ്ശൂരിലെ പ്രശസ്തമായ പൂരാണ് മീനമാസത്തിലെ പൂരനാളിലെ ആറാട്ടുപൂരം. അതിനോടനുബന്ധിച്ച് തന്നെ തൊട്ടടുത്ത പൂയനാളിലാണ് ഇവിടുത്തെ പെരുവന മഹാദേവ ക്ഷേത്രത്തിലെ പൂരമുള്ളത്. പെരുവന മഹാദേവ ക്ഷേത്രത്തിലെ പൂരാണ് ഏറ്റവും പഴക്കമുള്ള പൂരമായിട്ട് കേരളത്തിൽ കണക്കാക്കപ്പെടുന്നു പറയപ്പെടുന്നു. ആ സമയത്ത് പെരുവനത്തപ്പന്റെ ഉത്സവമല്ല സത്യത്തിലുള്ളത്. പെരുവനം ഗ്രാമത്തിലെ 18 ദേവീദേവന്മാർ വന്ന് എത്തി പെരുവനത്തപ്പനെ വണങ്ങുന്ന ഒരു ചടങ്ങാണ് ആ പൂരം എന്ന് പറയുന്നത്. വളരെ പ്രശസ്തമായ വളരെ വലിയൊരു പൂരാണെങ്കിലും സത്യത്തിൽ അത് ഇവിടുത്തെ പെരുവനത്തപ്പന്റെ ഉത്സവമല്ല. ദേവീദേവന്മാർ വന്ന് വണങ്ങുന്ന ഒരു ചടങ്ങാണ് പൂരമായിട്ട് ഇവിടെ ആഘോഷിക്കുന്നത്. 3500ഓളം വർഷം പഴക്കമുള്ള വാസ്തുവിദ്യകളുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ പെരുവന മഹാദേവ ക്ഷേത്രം. അതുകൊണ്ട് തന്നെ പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണം കൂടിയുണ്ട് ഈ ക്ഷേത്രത്തിന് സത്യത്തിൽ. പിന്നെ പെരുവനം എന്ന് പറയുന്നത് തന്നെ തൃശ്ശൂർ ടൗണിൽ നിന്ന് 10 കിലോമീറ്റർ തെക്കിൽ തൃപ്രയാർ റൂട്ടിൽ തായം കുളങ്ങര ബസ് സ്റ്റോപ്പിന് സമീപമാണ് ഈ ക്ഷേത്രം ഉള്ളത്. ഒരുപാട് റൂട്ട് ഉണ്ട് കേട്ടോ ക്ഷേത്രത്തിലോട്ട് പോകാം. പല വഴിക്കൂടെയും പോവാം.
ഏറ്റവും എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന റൂട്ട് കൊടുങ്ങല്ലൂർ ഷൊർണൂർ റൂട്ടാണ്. 26 മിനിറ്റ് ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് വരുന്നവർ ആ റൂട്ടിൽ വരാം. പിന്നെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് ഈ റൂട്ടിൽ പോകുമ്പോൾ. ചേർപ്പ്, തൃശ്ശൂരിലെ ചേർപ്പിന് അടുത്തായിട്ടാണ് ഈ സ്ഥലം വരുന്നത്, പെരുവരം മഹാദേവ ക്ഷേത്രം വരുന്നത്. ക്ഷേത്രത്തിന് എതിർവശത്തുള്ള ദേവീ ക്ഷേത്രമാണ്. പിന്നെ പെരുവരം മഹാദേവ ക്ഷേത്രത്തിലെ ദർശന സമയം എന്ന് പറയുന്നത് രാവിലെ 5 മണി മുതൽ 10:30 വരെയും വൈകിട്ട് 5 മണി മുതൽ 7:30 വരെയാണ്. ഈ ക്ഷേത്രകുളത്തിന്റെ അപ്പുറത്ത് തന്നെ മറ്റൊരു ക്ഷേത്രം കൂടി കാണാം. ദേവന്മാർ പുഷ്പവൃത്തി നടത്തിയ സ്ഥലമായതുകൊണ്ട് ഇതിനപ്പുറത്തെ ഭാഗം പൂച്ചുണ്ണിപ്പാടം എന്നും വിളിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഐതിഹ്യമുണ്ട്. അപ്പൊ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. താങ്ക്